നമുക്ക് പാർട്ട് 2-ൽ വാട്ടർ റിക്വയർമെന്റ്സ് ഓഫ് ദ ക്രോപ്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഇറിഗേഷൻ അതിൻ്റെ മെത്തേഡ് ടൈപ്സ് ഒക്കെ പഠിച്ചു. വെള്ളം കൊടുക്കുമെന്ന് മനസ്സിലായി. അപ്പം ഇനി ആ ക്രോപ്പിന് എത്രത്തോളം വെള്ളം വേണം, അതിൻ്റെ പല ടേംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ടർ റിക്വയർമെന്റ് ഓഫ് ദ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ആ ക്രോപ്പിന് ആവശ്യമുള്ളത് എന്ന് പറയുമ്പം കൊണ്ട് ആ സീഡ് നട്ടത് തൊട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കുന്നത് വരെ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ആണ് വാട്ടർ റിക്വയർമെന്റ് ഓഫ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇനി ക്രോപ്പ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം. നമ്മൾ കൊണ്ട് എന്താണ് സോ ചെയ്ത ഇൻസ്റ്റന്റ് തൊട്ട് സീഡ് ഹാർവെസ്റ്റ് ചെയ്തെടുത്ത ഇൻസ്റ്റന്റ് വരെയുള്ള ടോട്ടൽ ടൈം പീരീഡിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ബേസ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറയുമ്പം ഇപ്പൊ നമ്മൾ സീഡ് കൊണ്ടുപോയി നട്ട് നമ്മൾ അപ്പം തന്നെ വെള്ളം ഒഴിക്കത്തില്ലല്ലോ. അപ്പൊ എന്താണ്, സോ ചെയ്തതിന് ശേഷം എപ്പോഴാണോ ഫസ്റ്റ് വെള്ളം ഒഴിച്ചത് ആ ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് ലാസ്റ്റ് വാട്ടറിങ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്, ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ടൈം പീരീഡ്, അതിനാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ്, ക്രോപ്പ് പീരീഡ് സ്ലൈറ്റ്ലി മോർ ദാൻ ദ ബേസ് പീരീഡ് ആയിരിക്കും അല്ലേ. ഇപ്പം സീഡ് സോ ചെയ്ത് ഒരു കുറച്ച് കഴിഞ്ഞായിരിക്കും നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അതുപോലെ തന്നെ ഹാർവെസ്റ്റിങ്ങിന് മുന്നേ വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും എന്താണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്തായിരിക്കും, ക്രോപ്പ് പീരീഡ് കുറച്ച് കൂടുതലായിരിക്കില്ലേ. അപ്പൊ ക്രോപ്പ് പീരീഡ് എന്ന് തന്നെ ആലോചിക്കുക, സോ ചെയ്യുന്ന ഇൻസ്റ്റന്റ് തൊട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റന്റ് വരെയുള്ള ടൈം പീരീഡ് ആണ് ക്രോപ്പ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെള്ളം ഒഴിച്ചു തൊട്ട് ലാസ്റ്റ് വെള്ളം ഒഴിച്ചത് വരെയുള്ള ഇടയിലുള്ള ടൈമാണ് ബേസ് പീരീഡ്. ഇനി ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുമ്പം രണ്ട് വാട്ടറിങ് തമ്മിൽ ഇടയിലുള്ള ടൈം. ഇപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. നമ്മുടെ വീട്ടിലെ ചെടിയാണെങ്കിൽ നമ്മൾ ഇന്ന് ഒഴിച്ചാൽ പിന്നെ നാളെ അല്ലേ ഒഴിക്കും. അപ്പൊ എന്താണ്, ഓരോ ദിവസം ഓരോന്ന്. ഈ ക്രോപ്സിനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര വലിയ എമൗണ്ട് ഫ്ലഡ് ചെയ്തല്ലേ കൊടുക്കുന്നത്. അപ്പൊ പൊതുവേ നമ്മളിപ്പോ ഇന്നിട്ട ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത വെള്ളം കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഇന്റർവെൽ, ആ രണ്ട് ടൈം ഡിഫറൻസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ഓർ റൊട്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി അറിയേണ്ട രണ്ട് ടേംസ് ആണ് ഡ്യൂട്ടിയും ഡെൽറ്റയും. അതിന് ഈ രണ്ട് ഡെഫിനിഷൻ പഠിക്കണം. ക്വസ്റ്റ്യനിൽ ചോദിക്കും വാട്ട് ഈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഡിഫൈൻ ഡ്യൂട്ടി ബ്രീഫ്ലി എന്നൊക്കെ പറയും. അപ്പം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ is defined as the area of land in hectares which can be irrigated by 1 cubic meter of water that is supplied continuously over the land for a base period of the crop. എന്ന് പറയുമ്പോൾ 1 ക്യൂബിക് മീറ്റർ വെള്ളത്തിന് എത്ര ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ലൈക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ 1 മീറ്റർ ക്യൂബ് വെള്ളം ഉപയോഗിക്കുകയാണ് ഒരു ത്രൂ ഔട്ട് ദ ബേസ് പീരീഡ്. അപ്പം ആ 1 മീറ്റർ ക്യൂബിൽ എത്ര ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡ്യൂട്ടി. ഇനി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഈ ഇത്ര നമുക്കൊരു ടോട്ടൽ ഏരിയ തന്ന അതിലെന്താണ് എത്ര വെള്ളം വേണം. വെള്ളം നമ്മൾ പറയുന്നത് ഡെപ്തിന്റെ ബേസിലാണ്. എത്ര ഡെപ്ത് വെള്ളം നമ്മൾ ആ ലാൻഡിൽ കൊടുക്കണം, എന്താണ് അതാകുമ്പോൾ ത്രൂ ഔട്ട് ദറ്റ് ബേസ് പീരീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ എന്താണ് ഡെപ്തിന്റെ ബേസിസിൽ പറയുന്നത്, അതാണ് ഡെൽറ്റ. ടോട്ടൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ആ ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു ആ ഒരു പെർട്ടിക്കുലർ ക്രോപ്പ് നടാൻ, അതാണ് ഡെൽറ്റ, ഡ്യൂട്ടിയും ഡെൽറ്റയും. അപ്പൊ ഡെൽറ്റ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ അല്ല, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ഹെക്ടർ മീറ്റർ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ കിട്ടും. ടോട്ടൽ വാട്ടർ റിക്വയർഡ് അപ്പൊ എന്താ നമുക്ക് ഹെക്ടർ പെർ മീറ്ററിൽ കിട്ടും. അപ്പൊ എങ്ങനെയാണ് ഡെൽറ്റ കിട്ടുന്നത്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ എന്താണ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്നായിട്ട് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇനി ഇതൊരു 5 മാർക്കിനൊക്കെ പൊതുവെ ചോദിക്കാറുള്ളതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. അപ്പം അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ അതുപോലെ പഠിച്ചാൽ മതി, എന്നാൽ ഈ ഡെറിവേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്, അപ്പൊ എന്തായാലും പറയണമല്ലോ. അപ്പൊ ഡ്യൂട്ടീനെ നമുക്ക് ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് ഹെക്ടർ പെർ ക്യൂബിക് മീറ്റർ ആണ്, HA by മീറ്റർ ക്യൂബ്. അതുപോലെ ഡെൽറ്റ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. നമുക്കിങ്ങനെ ഡെൽറ്റ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഡെൽറ്റേനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ബേസ് പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ബേസ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, B days ആയിട്ട് എടുക്കണം.
അപ്പോൾ എങ്ങനെയാണ് ഫോർ എ ഫീൽഡ് ഓഫ് ഏരിയ d hectares അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് d hectares corresponding to the depth of water delta meters അപ്പോൾ ഈ ടോട്ടൽ ഏരിയ d hectares എന്താണ് ഡെൽറ്റ മീറ്റർ വെള്ളമാണ് വേണ്ടത് അപ്പം ഡെൽറ്റ മീറ്റർ ഡെപ്തിൽ വെള്ളം അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ എന്താണ് ഈ ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ അതാണ് d ഇൻറ്റു ഡെൽറ്റ ഹെക്ടർ മീറ്റർ കൺവേർട്ട് ചെയ്യുമ്പം 10⁴ മീറ്റർ ക്യൂബ് അതേ സെയിം ഫീൽഡിൽ ഏരിയ d hectares തന്നെയാണ് അവിടെ ഞാനൊരു ക്രോപ്പ് നട്ടു എന്നിട്ട് എന്താണ് 1 ക്യൂബിക് മീറ്റർ റേറ്റിലാണ് ഞാൻ എന്താണ് വെള്ളം കൊടുക്കുന്നത് ത്രൂ ഔട്ട് ദ ബേസ് പീരീഡ് ഞാൻ കൊടുത്തു 1 ക്യൂബിക് മീറ്ററിന് ത്രൂ ഔട്ട് ദ ബേസ് പീരീഡ് ഞാൻ വെള്ളം കൊടുത്തു അപ്പം ഞാൻ അതിനെ ടോട്ടൽ ക്വാണ്ടിറ്റി എങ്ങനെ പറയും 1 ക്യൂബിക് മീറ്റർ ബി ഡേയ്സ് ടോട്ടൽ ബി ഡേയ്സ് ഞാൻ കൊടുത്തു ആ ഡേയ്സിനെ ഞാൻ എന്ത് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡ്സ് ആക്കാൻ പോവാണ് ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60 അപ്പോൾ എനിക്ക് എന്ത് കിട്ടും ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡ് കിട്ടും ഈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈഡും ഇവിടെയും ടോട്ടൽ ക്വാണ്ടിറ്റിയും സെയിം അല്ലേ കാരണം ഇത് ഒരേ ഫീൽഡ് അല്ലേ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പം എനിക്ക് d is equal to 8.64 b by ഡെൽറ്റ എന്ന് കിട്ടും ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് ഇത് d is equal to ഡെൽറ്റ is equal to അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞേ ഉള്ളൂ ഇതിലൊരു ഇക്വേഷൻ പഠിക്കുക കൺഫ്യൂഷൻ ആവാതിരിക്കാൻ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഇത് പഠിക്കണം ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഇനി നെക്സ്റ്റ് കുറച്ച് അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് പറയുമ്പോൾ റാബി ക്രോപ്പ് എന്താണ് കാരിഫ് ക്രോപ്പ് എന്താണെന്നൊക്കെയാണ് അപ്പോൾ റാബി ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വിന്റർ ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടം സീസണിൽ സോ ചെയ്ത് സ്പ്രിംഗ് സീസണിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റാബി ക്രോപ്സ് എന്ന് പറയുന്നത് കൂടുതലും വിന്റർ സീസണിൽ ഈ പൊട്ടറ്റോ വീറ്റ് ടൊബാക്കോ ഒക്കെ എന്താണ് റാബി ക്രോപ്സ് ആണ് കാരിഫ് ക്രോപ്സ് എന്ന് പറയുമ്പം ഈ മോൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ സോ ചെയ്തിട്ട് ഓട്ടം ടൈം ആകുമ്പോഴേക്കും ഹാർവെസ്റ്റ് ചെയ്യുന്ന ക്രോപ്സ് മോൺസൂൺ ക്രോപ്സ് അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം കാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് ആൻഡ് ഈ ഏരിയ റാബി ക്രോപ്സ് ടു കാരിഫ് ക്രോപ്പ് ഇപ്പോൾ ഒരു ഫീൽഡ് എടുത്താൽ എത്ര ഏരിയയിൽ റാബി ക്രോപ്സ് നട്ടു ഡിവൈഡഡ് ബൈ എത്ര ഏരിയയിൽ കാരിഫ് ക്രോപ്പ് നട്ടു ഈ ഒരു റേഷ്യോ ആണ് ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഈ 3 ടേംസ് ഫെമിലറൈസ് ആയെന്ന് വിചാരിക്കുന്നു റാബി ക്രോപ്സ് കാരിഫ് ക്രോപ്സ് ക്രോപ്പ് റേഷ്യോ ഇനി അടുത്തത് കോർ വാട്ടറിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ടറിംഗ് ഇപ്പം നമ്മൾ ആ സീഡ് ക്രോപ്പിന് കൊടുത്ത ഫസ്റ്റ് വാട്ടറിംഗ് ആണ് കോർ വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ ആയിട്ടുള്ള വെള്ളം നമ്മൾ ഡെപ്തിൻ്റെ ടേംസിനാണല്ലോ പറയുന്നത് അപ്പോൾ ഫ്യൂ സെൻറ്റിമീറ്റർ ഹൈ ആയിട്ടുള്ള വെള്ളത്തിനാണ് നമ്മൾ കോർ വാട്ടറിംഗ് എന്ന് പറയുന്നത് ആൻഡ് ആ ഡെപ്തിനെയാണ് നമ്മൾ കോർ ഡെപ്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാലിയോ ഇറിഗേഷൻ എന്ന് പറയുമ്പം ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോയിങ് ദ ക്രോപ്സ് എന്ന് പറയുമ്പോൾ മറ്റതൊക്കെ നമ്മൾ സോ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നതാണ് കോർ വാട്ടറിംഗ് പാലിയോ വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ സോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ മണ്ണിന് ഒഴിക്കുന്ന വെള്ളം ഈ മണ്ണിപ്പോൾ ഡ്രൈ ആയിരിക്കില്ലേ അപ്പോൾ കുറച്ച് സർഫസ് മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് സോ ചെയ്യുന്നതിന് മുന്നേ ഒഴിക്കുന്ന വെള്ളത്തിനാണ് നമ്മൾ എന്താണ് പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഫുൾ ആ ഫീൽഡിന്റെ ടോട്ടൽ ഏരിയ നമ്മുടെ എവിടെയൊക്കെ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ടോട്ടൽ ഏരിയനെയാണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇനി കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ എത്ര സ്ഥലത്താണ് നമ്മൾ ആ കൾട്ടിവേറ്റ് ചെയ്തത് അതിനെയാണ് നമ്മൾ കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഗ്രോസിൽ നിന്ന് കൾച്ചറൽ മൈനസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്ഥലം എന്താണ് കൾട്ടിവേഷൻ ചെയ്യാത്ത സ്ഥലമാണ് ബാക്കിയുള്ളത് അതിനാണ് അൺകൾച്ചറബിൾ ഏരിയ എന്ന് പറയും ഇനി ഉള്ളത് കോർ പീരിയഡ് എന്നുള്ള ടേം കോർ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പോർഷൻ ഓഫ് ദ ബേസ് പീരിയഡ് ഇൻ വിച്ച് കോർ വാട്ടറിംഗ് ഇസ് നീഡഡ് ബേസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം അല്ലേ ടോട്ടൽ ടൈം എന്നല്ല ഫസ്റ്റ് വാട്ടറിംഗ് ടു ലാസ്റ്റ് വാട്ടറിംഗ് വരെയുള്ള സമയമാണ് ബേസ് പീരിയഡ് അതിൽ ഈ ഇനിഷ്യൽ കോർ വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ടറിംഗ് കഴിഞ്ഞ സെക്കൻഡ് വാട്ടറിംഗ് വരെയുള്ള ആ ഒരു ടൈമില്ലേ അതാണ് കോർ പീരിയഡ് എന്ന് പറയുന്നത് അത് സ്മോൾ ബി നമ്മൾ റെപ്രസെന്റ് ചെയ്യും ടോട്ടൽ ബേസ് പീരീഡിനെ നമ്മൾ എന്താണ് ക്യാപിറ്റൽ ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ കോർ പീരീഡിനെ നമ്മൾ സ്മോൾ ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും ആൻഡ് ഡെൽറ്റേനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം ഈ കോർ പീരീഡിലുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് 8.64 ബി ബൈ ഡെൽറ്റ നേരത്തെ സെയിം ഫോമിൽ തന്നെ
ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് ദ ഔട്ട്ലെറ്റ്. അതുപോലെ ടൈം ഫാക്ടർ ഉണ്ട്, എത്ര ഡേയ്സ് കനാല് റൺ ചെയ്തു, അതൊക്കെയാണ് ടൈം ഫാക്ടർ. പിന്നെ കപ്പാസിറ്റി ഫാക്ടർ, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത്. റേഷ്യോ ഓഫ് മീൻ സപ്ലൈ ഡിസ്ചാർജ് ടു ഫുൾ സപ്ലൈ ഓഫ് ദ കനാൽ എന്ന് പറയുമ്പം എത്രത്തോളമാണ് സപ്ലൈ ചെയ്തത്, എത്ര ഡിസ്ചാർജ് ഒരു മീൻ എടുക്കുക. ടു എന്താണ്, ഫുൾ കനാലിൻ്റെ ഫുൾ സപ്ലൈയിൽ എത്ര വെള്ളം ഉണ്ടാവും. ആ ഒരു ഡിവിഷനാണ് നമ്മൾ എന്താണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഇമ്പോർട്ടൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ എന്താണെന്ന് നോക്കാം. കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കൂടുതലും ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയുമ്പോൾ ക്രോപ്പ് എത്രത്തോളം വെള്ളം കൺസ്യൂം ചെയ്തു ബൈ ഇവാപ്പറേഷൻ ഓർ ട്രാൻസ്പിരേഷൻ. അപ്പൊ ഈ ക്രോപ്പ് വളരാൻ നേരത്ത് നമ്മൾ കുറച്ചൊരു ഡെപ്ത് ഓഫ് വെള്ളമായിരിക്കുമല്ലോ കൊടുക്കുന്നത്. വളരാൻ നേരത്ത് എത്രത്തോളം എന്താണ് ഇവാപ്പറേഷനിലും ട്രാൻസ്പിരേഷനിലും പോയി, അതാണ് കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫുള്ളും അത് ഉപയോഗിക്കത്തില്ലല്ലോ. ഇപ്പം വെള്ളം ഇപ്പം ഡ്യൂ ആയിട്ടോ റെയിൻഫോൾ ആയിട്ടോ ആണോ കൊടുത്തത്, അത് ലീഫിൽ വന്ന് വീഴുന്നതൊക്കെ എന്താണ് ഇവാപ്പറേറ്റ് ചെയ്ത് പോയി, അത് പ്ലാന്റിന്റെ സിസ്റ്റത്തിന്റെ അകത്തോട്ട് പോയില്ല. അപ്പം അതിനെയൊക്കെയാണ് നമ്മൾ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ടേമാണ് ട്രാൻസ്പിരേഷൻ റേഷ്യോ. ട്രാൻസ്പിരേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് ഓഫ് വാട്ടർ ട്രാൻസ്മിറ്റഡ് ബൈ ദ പ്ലാന്റ്, എത്ര വെയിറ്റ് ഓഫ് വാട്ടർ പ്ലാന്റ് ട്രാൻസ്മിറ്റ് ചെയ്തു അതിൻ്റെ ഗ്രോത്ത് സമയത്ത് ടു ദ വെയിറ്റ് ഓഫ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ് എക്സ്ക്ലൂസീവ് ഓഫ് റൂട്ട്സ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്നതാണ്, ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ പൊതുവെ ചോദിക്കാറില്ല, പിന്നെ സിലബസിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തൊരു സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇറിഗേഷൻ എഫിഷ്യൻസീസ് ആണ്. ഇറിഗേഷൻ എഫിഷ്യൻസി ഒരു 3-4 ഉണ്ട്. ഇതുപോലെ പഠിക്കണം, പ്രോബ്ലത്തിൽ ചോദിക്കും. അപ്പോൾ ഈ ഫോർമുലാസും സാധനവും അറിഞ്ഞാൽ മതി. ഫസ്റ്റ് വൺ വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി. അല്ല, എഫിഷ്യൻസി എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ. ഇവിടെ വാട്ടർ ആയതുകൊണ്ട് എത്ര ഔട്ട്പുട്ട് വാട്ടർ ബൈ ഇൻപുട്ട് വാട്ടർ, അതാണ് എഫിഷ്യൻസി. വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കൺവേയൻസ് ടൈമിൽ ഉണ്ടാകുന്ന ലോസസിന് അക്കൗണ്ട് ചെയ്യുന്ന എഫിഷ്യൻസിയാണ്. ഇസ് ഈക്വൽ ടു WF ബൈ WR ഇൻറ്റു 100. WF എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡെലിവർ ചെയ്തു, WR എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡെലിവർ ചെയ്യാൻ വേണ്ടി എടുത്തു എന്ന് പറയുമ്പോൾ ഒരു കനാലിൽ നിന്ന് എത്ര വെള്ളം എടുത്തു അതാണ് WR, അതിൽ എത്രത്തോളം അവിടെ എത്തി എന്നുള്ളതാണ് WF. അപ്പം അതാണ് വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഇനി അതുപോലെ ഉള്ളതാണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുമ്പം എത്രത്തോളം നമ്മൾ തീറ്റ എ എന്നാണ് പറയുന്നത്. അപ്പോൾ WS ബൈ WF. WS എന്ന് പറഞ്ഞാൽ റൂട്ട് സോണിൽ എത്രത്തോളം വെള്ളം ഉണ്ട് ഇറിഗേഷൻ ടൈമിൽ എന്നുള്ളതാണ് WS. WF എന്ന് പറഞ്ഞാൽ വാട്ടർ ഡെലിവർ ചെയ്തത്, എത്ര നമ്മൾ ഡെലിവർ ചെയ്തു എന്നുള്ളതാണ് WF എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റൂട്ട് സോൺ. ഓൾറെഡി എത്രയുണ്ട് റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്തത് ടു നമ്മൾ എത്രയാണ് ഫീൽഡിലോട്ട് ഡെലിവർ ചെയ്തത്. നമ്മൾ ആവശ്യമുള്ള എത്രയാണോ ഡെലിവർ ചെയ്ത്, കൂടുതലാണോ ഡെലിവർ ചെയ്ത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ എന്താണ് എഫിഷ്യൻസി ഉണ്ടാവാൻ പോണേ. പിന്നെ അടുത്തുള്ളതാണ് വാട്ടർ യൂസ് എഫിഷ്യൻസി. എത്രത്തോളം അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു, ലീച്ച് ചെയ്ത് പോകാതെ അങ്ങനെയൊക്കെ യൂസ് ചെയ്തു എന്നുള്ളതാണ് വാട്ടർ യൂസ് എഫിഷ്യൻസി. അത് WU ബൈ WD. WU എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തു, WD എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ഡെലിവർ ചെയ്തായിരുന്നു ഫസ്റ്റ് പ്ലേസിൽ. അതാണ് വാട്ടർ യൂസ് എഫിഷ്യൻസി. ഇനി അടുത്ത എഫിഷ്യൻസിയാണ് വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി. അതിപ്പോൾ കുറേ എഫിഷ്യൻസി ആയെന്നറിയാം. ഈ 4-5 എന്തായാലും എന്താണ് പ്രോപ്പറായിട്ട് പഠിക്കുക, ഫോർമുലാസ് അറിഞ്ഞിരിക്കുക. കാരണം പ്രോബ്ലംസിലൊക്കെ നമുക്ക് ചോദിക്കും. നമുക്കത് അടുത്ത പാർട്ടിൽ പ്രോബ്ലംസ് ഒക്കെ നോക്കാവേ. വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി എന്ന് പറയുന്നത് WS ബൈ WW ഇൻറ്റു 100 ആണ്. WS എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഡ്യൂറിങ് ഇറിഗേഷൻ, അതാണ് WS. WW എന്ന് പറഞ്ഞാൽ വാട്ടർ നീഡഡ് ഇൻ ദ റൂട്ട് സോൺ പ്രയർ ടു ഇറിഗേഷൻ. ഓൾറെഡി റൂട്ട് സോണിൽ എത്രയാണ് വേണ്ടത്, ഇറിഗേഷൻ ചെയ്യുന്നതിന് മുന്നേ എത്ര വെള്ളമാണ് അവിടെ വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് WW. WS എന്ന് പറയുമ്പോൾ ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം വെള്ളം റൂട്ട് സോണിൽ ഉണ്ട് എന്നുള്ളതാണ് WS. ഇനി അടുത്ത് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി. അത് ഇതുപോലൊരു ഫോർമുല അങ്ങ് പഠിച്ചാൽ മതി. ND is equal to 100 into 1 minus Y by D.
y എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഡെറിവേഷൻ ഓഫ് ഡെപ്തിൻ്റെ ഒരു ആവറേജ് പോവും. പിന്നെ അതുപോലെ തന്നെ ആവറേജ് ഡെപ്ത് ഡ്യൂറിങ് ഇറിഗേഷൻ ആണ് d എന്ന് പറഞ്ഞാൽ. ഈ ഒരു സാധനം നിങ്ങൾക്ക് വാല്യൂസ് വൈയും ഡീൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരും. അപ്പോൾ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നാണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രത്തോളം യൂണിഫോംലി റൂട്ട് സോണിൽ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ആയി എന്ന് നോക്കുന്ന എഫിഷ്യൻസിയാണിത്. അടുത്തത് തന്നെ ഇറിഗേഷൻ എഫിഷ്യൻസീസ്, അതിനകത്ത് തന്നെ കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി. അതിനും ഇതുപോലൊരു ഫോർമുലയുണ്ട്. നോർമൽ യൂസ്, എത്ര നോർമലി യൂസ് ചെയ്യുന്നു, ടു എത്രത്തോളം വെള്ളം ഡെപ്തിൽ നിന്ന് പോയി, റൂട്ട് സോണിൽ നിന്ന് പോയി എന്നുള്ളതാണ് കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം ഇത്രയായിരുന്നു ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ്. അതിൻ്റെ ഓരോ ഫോർമുലാസ് ഒക്കെ പഠിക്കണം. ഇത് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് പാർട്ടിൽ പോവാം. നെക്സ്റ്റ് പാർട്ടിൽ പ്രോബ്ലംസ് നോക്കാം.